ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബീഫ് ചാപ്സുമാണ് കേട്ടോ. പത്തിരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഈസി ടിപ്സ് മുൻപ് ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. ചാപ്സിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്, അതും കൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴന്നു വരണം. ഇനി ഇതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അല്പം ഗരം മസാല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറായിരിക്കും കേട്ടോ. പിന്നെ ഒരു ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ബീഫിലുള്ള വെള്ളം ഒന്ന് അബ്സോർബ് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ കുക്കാക്കി എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പത്തിരി മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ചുടുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു അടിപൊളി ചായയും കൂടെ റെഡിയാക്കി എടുക്കാം. ബീഫ് 4 വിസിൽ വന്നതിന് ശേഷം ഞാനതിൻ്റെ ആവിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 പാത്രമാണ് വെച്ചിട്ടുള്ളത്. ഒന്നിനകത്ത് നമ്മൾ നല്ല സ്ട്രോങ് കട്ടൻ ഉണ്ടാക്കിയെടുക്കുക, മറ്റേതിനകത്ത് ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ പല വിധത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം വ്യത്യസ്ത തരത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കാറ്. എന്തായാലും നല്ലൊരു അടിപൊളി സ്ട്രോങ് ചായയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം കട്ടനിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാലിലേക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രോങ് ആയിട്ടുള്ള കട്ടൻ ചായക്കകത്തേക്ക് ആ ഒരു പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1-2 കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ഒരു ചായ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ചായപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ചായ ഏറ്റവും നന്നായി കിട്ടുന്നതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. എനിക്ക് ചായപ്പൊടി ഒന്ന് റെഡിയായി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ചായപ്പൊടിയൊന്നും എനിക്ക് ശരിയാവാറില്ല കേട്ടോ. നല്ലൊരു ചായ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചായപ്പൊടി തന്നെ വേണം. അപ്പോൾ അതിൽ വെറൈറ്റികളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. വ്യത്യസ്ത തരത്തിലുള്ള ചായപ്പൊടികളൊക്കെ ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചാപ്സിലേക്ക് ഞാൻ അല്പം വലിയ ജീരകം പൊടിച്ചതും ഗരം മസാലയും പിന്നെ അല്പം മല്ലിയിലയും കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. പത്തിരിയിലേക്കുണ്ടല്ലോ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ബീഫ് ചാപ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ മുമ്പ് തസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. മട്ടൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ മട്ടൻ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ബീഫ് കൊണ്ട് ചെയ്തെന്ന് മാത്രം. ബീഫ് കൊണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഒരുപാട് മസാലകളൊന്നും വേണ്ട. അതുപോലെ തന്നെ ഒരുപാട് ടൈം നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടതാണ്. എന്നാൽ പത്തിരിയിലേക്കൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പത്തിരി, ഓട്ടട, പിന്നെ കണ്ണൂരപ്പം, ഇതിലേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.